ഒരിക്കൽ കൂടി എല്ലാവർക്കും TTEയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നെറ്റ്വർക്ക് തിയറിയിലെ 3ാമത്തെ ക്ലാസ്സാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിനു മുൻപ് നമ്മൾ ആദ്യത്തെ 2 ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് 5 ബേസിക് ക്വാണ്ടിറ്റീസ് ആണ്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് എന്തൊക്കെയാണ്? 5 ബേസിക് ക്വാണ്ടിറ്റീസ് എന്ന് പഠിച്ചു. 5 ബേസിക് ക്വാണ്ടിറ്റീസ് എന്തൊക്കെയായിരുന്നു? ചാർജ് ഇതാണ് ആദ്യത്തെ ബേസിക് ക്വാണ്ടിറ്റി. രണ്ടാമത്തെ ബേസിക് ക്വാണ്ടിറ്റി എന്താണ്? കറണ്ട്. മൂന്നാമത്തെ ബേസിക് ക്വാണ്ടിറ്റി വോൾട്ടേജ്. നാലാമത്തെ ബേസിക് ക്വാണ്ടിറ്റി പവർ. അഞ്ചാമത്തെ ബേസിക് ക്വാണ്ടിറ്റി വർക്ക് ഡൺ ഓർ എനർജി. ഇതാണ് 5 ബേസിക് ക്വാണ്ടിറ്റീസ് ഇലക്ട്രിക്കിലുള്ളത്. ഈ 5 ക്വാണ്ടിറ്റീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ചാർജ് എന്താണ്? ചാർജാണ് നമ്മുടെ ഫണ്ടമെന്റൽ എലിമെന്റ്. അതുപോലെ നമുക്കറിയാം ചാർജ് 1 ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ 1.6 × 10⁻⁻⁹ കൂളും. അതുപോലെ -1.6 ഒരു പ്രോട്ടോൺ ആണെങ്കിൽ +1.6 × 10⁻⁻⁹ കൂളും. അടുത്തത് നമുക്കറിയാം കറണ്ട്. കറണ്ട് എന്താണ്? റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ആണ് കറണ്ട്. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ആണ് കറണ്ട്. അത് നമുക്ക് dQ/dt അല്ലെങ്കിൽ Q/T എന്ന് എഴുതാം. അതിന്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചു. എന്തായിരുന്നു യൂണിറ്റ്? ആംപിയർ അല്ലെങ്കിൽ കൂളംസ് പെർ സെക്കൻഡ്. ചാർജിന്റെ യൂണിറ്റ് എന്താണ്? കൂളംസ്. കൂളംസ് യൂണിറ്റ്സ് എല്ലാ ക്വാണ്ടിറ്റീസിലെ യൂണിറ്റ്സ് ഓർത്തിരിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത് നമ്മൾ എന്താണ് പഠിച്ചത്? അടുത്ത് നമ്മൾ വോൾട്ടേജ് എന്താണ് പഠിച്ചു. വോൾട്ടേജ് എന്താണ്? ഇറ്റ് ഇസ് റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. അതായത് ഒരു പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഒരു ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് കൊണ്ടുപോകാനായിട്ട് എത്ര വർക്ക് എടുത്തു, ആ റേറ്റ് ഓഫ് ഡൂയിങ് വർക്കിനെയാണ് നമ്മൾ വോൾട്ടേജ് എന്ന് പറയാം. അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വോൾട്ട് അല്ലെങ്കിൽ ജൂൾ പെർ കൂൾ. വോൾട്ട് അല്ലെങ്കിൽ ജൂൾ പെർ കൂളുമാണ് വോൾട്ടേജിന്റെ യൂണിറ്റ്. അടുത്ത ക്വാണ്ടിറ്റി നമ്മൾ പഠിച്ചത് പവർ ആണ്. പവർ എന്താണ്? റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ആണ് പവർ. dW/dt ആണ്. റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ആണ് പവർ. ഓക്കെ, ഇതിനെ നമുക്ക് എന്ത് എഴുതാം? dW/dQ × dQ/dt എന്ന് എഴുതാം. അതായത് വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. അതാണ് പവർ. ഓക്കെ, വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ് പവർ അല്ലെങ്കിൽ dW/dt. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ യൂണിറ്റ് വരാം? പവറിന്റെ യൂണിറ്റ് വാട്ട്സ് അല്ലെങ്കിൽ എന്താണ്? ജൂൾ പെർ സെക്കൻഡ് അല്ലെങ്കിൽ വോൾട്ട് ആംപിയർ. ഇതാണ് പവറിന്റെ യൂണിറ്റ്. ഇതാണ് പവറിന്റെ യൂണിറ്റും പവറിന്റെ ഇക്വേഷൻസ്. അടുത്ത എന്താണ് നമ്മൾ പഠിച്ചത്? അടുത്ത് പഠിച്ചത് വർക്ക് ഡൺ അല്ലെങ്കിൽ എനർജി. അതിന് നമ്മൾ പവർ ഇൻറ്റു ടൈം. ഓക്കെ, ഇതാണ് ഇതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ജൂളാണ്. വർക്കിന്റെ യൂണിറ്റ് ജൂളാണ് അല്ലെങ്കിൽ വാട്ട് സെക്കൻഡ്. പവറിന്റെ യൂണിറ്റ് വാട്ടാണ്, ടൈമിന്റെ സെക്കൻഡ്. ഇതാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ആദ്യം പഠിച്ചത്. അതിനുശേഷം എന്താണ് നമ്മൾ പഠിച്ചത്? അതിനുശേഷം നമ്മൾ പഠിച്ചത് ടൈപ്സ് ഓഫ് എലിമെന്റ്സ് ആണ്. എത്ര ടൈപ്സ് ഓഫ് എലിമെന്റ്സ് എന്ന് പറയുന്നത്? 5 ടൈപ്പ് ഓഫ് എലിമെന്റ്സ് ഉണ്ട്. എന്തായിരുന്നു 5 ടൈപ്പ് ഓഫ് എലിമെന്റ്സ്? അതാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ രണ്ടാമത് പഠിച്ചത്. എലിമെന്റ്സ് ക്ലാസിഫിക്കേഷൻ വീണ്ടും 5 ടൈപ്പ് ഉണ്ട്. ആദ്യത്തേത് ലീനിയർ ആൻഡ് നോൺ ലീനിയർ. രണ്ടാമത്തേത് ബൈലാറ്ററൽ ആൻഡ് യൂണിലാറ്ററൽ. മൂന്നാമത്തേത് ആക്റ്റീവ് ആൻഡ് പാസീവ്. നാലാമത്തേത് ടൈം വേരിയന്റ് ആൻഡ് ടൈം ഇൻവേരിയന്റ്. അഞ്ചാമത്തേത് ലംബഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ്. ഇതിൽ മെയിൻ ആയിട്ട് ആദ്യത്തെ 4 ഇമ്പോർട്ടന്റ്. ലംബഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് നമ്മുടെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന എലിമെന്റ്സും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത എലിമെന്റ്സും. അതിനെയാണ് നമ്മൾ അവസാനത്തെ ക്ലാസിഫിക്കേഷൻ ലംബഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ലീനിയർ നോൺ ലീനിയർ ആണെന്ന് കണ്ടുപിടിക്കുക? എലിമെന്റ് സ്ട്രൈറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ ആണെങ്കിൽ BI കാരയിലെ സ്ട്രൈറ്റ് ലൈൻ ആണ്. സ്ട്രൈറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ ആണെങ്കിൽ അത് ഒരു ലീനിയർ എലിമെന്റ് ആയിരിക്കും. ഓക്കെ, BI കാരയിലെ ഒരു സ്ട്രൈറ്റ് ലൈൻ ഉണ്ട്, പാസിംഗ് ത്രൂ ഒറിജിൻ ആണെങ്കിൽ അത് ലീനിയർ എലിമെന്റ് ആയിരിക്കും. എങ്ങനെയാണ് നമ്മൾ ബൈലാറ്ററൽ ആൻഡ് യൂണിലാറ്ററൽ എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാം? സിമെട്രിക്കൽ അബൌട്ട് BI കാര സിമെട്രിക്കൽ അബൌട്ട് 1 and 3 or 2 and 4 ആണെങ്കിൽ അത് ബൈലാറ്ററൽ എലിമെന്റ് ആയിരിക്കും. അതായത് നമുക്ക് തന്നിരിക്കുന്ന BI കാര ഫസ്റ്റ് ക്വാഡ്രാന്റും തേർഡ് ക്വാഡ്രാന്റും തമ്മിൽ സിമെട്രിക്കൽ ആണെങ്കിൽ അല്ലെങ്കിൽ സെക്കൻഡും ഫോർത്തും തമ്മിൽ സിമെട്രിക്കൽ ആണെങ്കിൽ അത് ഒരു ബൈലാറ്ററൽ എലിമെന്റ് ആയിരിക്കും. അടുത്തത് മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആക്റ്റീവ് ആൻഡ് പാസീവ്. ഏതൊരു എലിമെന്റും ഔട്ട്സൈഡ് വേൾഡിലേക്ക് എനർജി കൊടുക്കുകയാണെങ്കിൽ, പവർ കൊടുക്കുകയാണെങ്കിൽ അതൊരു ആക്റ്റീവ് എലിമെന്റ് ആയിരിക്കും. ഏതെങ്കിലും എലിമെന്റ് കറണ്ട് അല്ലെങ്കിൽ എനർജി റിസീവ് ചെയ്യുകയാണെങ്കിൽ അതൊരു പാസീവ് എലിമെന്റ് ആയിരിക്കും. BI കാരയുടെ ബേസിസിൽ പറയുകയാണെങ്കിൽ നെഗറ്റീവ് സ്ലോപ്പ് ഏതെങ്കിലും ഭാഗത്ത് നെഗറ്റീവ് സ്ലോപ്പ് തരുന്നുണ്ടെങ്കിൽ അത് ഒരു ആക്റ്റീവ് എലിമെന്റ് ആയിരിക്കും. അടുത്ത് ടൈം വേരിയന്റ് ആൻഡ് ടൈം ഇൻവേരിയന്റ്. നമുക്ക് വാക്കിൽ നിന്ന് മനസ്സിലാക്കാം. ടൈമിനനുസരിച്ച് BI കാര മാറുകയാണെങ്കിൽ അതിനെ ടൈം വേരിയന്റ് എന്ന് പറയും. ടൈമിനനുസരിച്ച് BI കാര മാറുന്നില്ലെങ്കിൽ അതിനെ ടൈം ഇൻവേരിയന്റ് എലിമെന്റ് എന്ന് പറയും. ഇതാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ച 2 കാര്യങ്ങൾ. ഒന്ന് 5 ബേസിക് ക്വാണ്ടിറ്റീസിനെ കുറിച്ച് പഠിച്ചു. പിന്നീട് നമ്മൾ എലിമെന്റ്സിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യാന്ന് പഠിച്ചു. ഇതാണ് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്.
രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് കണ്ടത്? ക്ലാസ് 2. രണ്ടാമത്തെ ക്ലാസ്സിൽ ആദ്യം നമ്മൾ പഠിച്ചത് ഓംസ് ലോ ആണ്. ഓക്കെ, ഓംസ് ലോ എല്ലാവർക്കും അറിയാം. കറന്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ ബീയിങ് കോൺസ്റ്റന്റ്. ഇതാണ് ഓംസ് ലോ. നമുക്കതിന്റെ ഇക്വേഷൻ എഴുതാം, V equal to IR. ഇതാണ് ഓംസ് ലോ. ഓംസ് ലോ അപ്ലിക്കബിൾ ഓൺലി വെൻ ടെമ്പറേച്ചർ ഇസ് കോൺസ്റ്റന്റ്. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ പഠിച്ചത് എന്താണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്താണ് റെസിസ്റ്റൻസ് എന്ന് പഠിച്ചു. റെസിസ്റ്റൻസ് എന്താണ്? ഇറ്റ് ഇസ് ദി ഓപ്പോസിഷൻ ടു ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിന്റെ ഫ്ലോവിന് ഓപ്പോസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുക. അതിന്റെ യൂണിറ്റ് എന്താണ് പഠിച്ചു? യൂണിറ്റ് ഓം ആണ്, അല്ലെങ്കിൽ വോൾട്ട് പെർ ആംപിയർ ആണ് അതിന്റെ യൂണിറ്റ്. റെസിസ്റ്റൻസിന്റെ അടുത്തൊരു ഇക്വേഷൻ ആണ് R equal to rho L by A. R equal to rho L by A. rho എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് റെസിസ്റ്റൻസ്, L എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് കണ്ടക്ടർ, A എന്ന് പറഞ്ഞാൽ ഏരിയ ക്രോസ് സെക്ഷൻ ഓഫ് കണ്ടക്ടർ. ഓക്കെ, ഇത് ഇനി അടുത്തത് ഇതിൽ നിന്ന് നമുക്കറിയാം എന്താണ്? ഇത് സ്പെസിഫിക് റെസിസ്റ്റൻസ് ആണ്. റോ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് ആണ്. സ്പെസിഫിക് റെസിസ്റ്റൻസ് ഇതിന്റെ യൂണിറ്റ് എന്താണ്? സ്പെസിഫിക് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം മീറ്റർ ആണ് സ്പെസിഫിക് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇറ്റ് ഡിപെൻഡ്സ് ഓൺലി ഓൺ മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ. സ്പെസിഫിക് റെസിസ്റ്റൻസിന്റെ വാല്യൂ മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ. സ്പെസിഫിക് റെസിസ്റ്റൻസിന്റെ വാല്യൂ ഡിപെൻഡ് ചെയ്യുന്നത് മെറ്റീരിയലിലും ടെമ്പറേച്ചറിനും മാത്രമാണ് സ്പെസിഫിക് റെസിസ്റ്റൻസിന്റെ വാല്യൂ ഡിപെൻഡ് ചെയ്യുക. അതേസമയം റെസിസ്റ്റൻസിന്റെ വാല്യൂ ഡിപെൻഡ് ചെയ്യുന്നത് ലെങ്ത്തിനും ഏരിയ ക്രോസ് സെക്ഷൻ ഓഫ് കണ്ടക്ടറിനാണ് റെസിസ്റ്റൻസ് ഡിപെൻഡ് ചെയ്യുക. തന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ റെസിസ്റ്റൻസ് ആ സ്പെസിഫിക് റെസിസ്റ്റൻസിൽ ഡിപെൻഡ് ചെയ്യില്ല. അപ്പോൾ ഈ ഇക്വേഷൻ കൊടുത്തിരിക്കുക. അപ്പോൾ കൊടുത്തിരിക്കുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ് ഇതാണ്, സ്പെസിഫിക് റെസിസ്റ്റൻസ് ഡിപെൻഡ്സ് ഓൺലി ഓൺ മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ. അതിനുശേഷം നമ്മൾ പഠിച്ച കണ്ടക്ടൻസ് ആണ്. അതിനുശേഷം നമ്മൾ കണ്ടക്ടൻസ് G എന്താണെന്ന് പഠിച്ചു. G എന്താണ്? ഇറ്റ് ഈസ് ദി റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. 1/R ആണ് കണ്ടക്ടൻസ്. അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഓം ഇൻവേഴ്സ്. ഓം ഇൻവേഴ്സ് ആണ് അതിന്റെ യൂണിറ്റ്, അല്ലെങ്കിൽ മോ അല്ലെങ്കിൽ സീമെൻസ്. ഇതാണ് കണ്ടക്ടൻസിന്റെ ഇക്വേഷൻ യൂണിറ്റ്സ്. ഓക്കെ, അതിനുശേഷം നാലാമത് നമ്മൾ പഠിച്ചത് എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ഓഫ് റെസിസ്റ്റൻസ്. നമുക്കറിയാം ടെമ്പറേച്ചർ മാറുകയാണെങ്കിൽ അതിന്റെ റെസിസ്റ്റൻസും മാറും. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു. R1 equal to R0 into 1 plus alpha naught P1, where alpha naught is temperature coefficient. Alpha naught എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ്. അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി സെൽഷ്യസ് ഇൻവേഴ്സ്. ഡിഗ്രി സെൽഷ്യസ് ഇൻവേഴ്സ് ആണ് അതിന്റെ യൂണിറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ ഓഫ് റെസിസ്റ്റേഴ്സിന്റെ സീരീസും പാരലൽ കണക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. നമ്മളെല്ലാവരും ചെറുപ്പം മുതൽ 10ാം ക്ലാസ് മുതലൊക്കെ പഠിച്ച സംഭവമാണ് ഇത്. എങ്കിലും ഒന്ന് ഓർത്തെടുക്കാനായിട്ട് റിഫ്രഷ് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം. അപ്പം നമുക്കറിയാം സീരീസ് കണക്ഷൻ ആണെങ്കിൽ ഓർത്തിരിക്കേണ്ട പോയിന്റ്, സീരീസ് കണക്ഷനിൽ ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് എപ്പോഴും സെയിം ആയിരിക്കും. ഇൻ സീരീസ് കണക്ഷൻ കറണ്ട് വിൽ ബി ഓൾവേസ് സെയിം. സീരീസ് കണക്ഷനിൽ എല്ലാ എലിമെന്റിലും പോകുന്ന കറണ്ട് സെയിം ആയിരിക്കും. അതേസമയം പൊട്ടൻഷ്യലി അല്ലെങ്കിൽ വോൾട്ടേജ് വിൽ ബി ഡിഫറെന്റ്. ഇതാണ് ഓർത്തിരിക്കേണ്ട ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഒരു സീരീസ് കണക്ഷനിൽ കറണ്ട് എപ്പോഴും സെയിം ആയിരിക്കും, അതേസമയം പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വോൾട്ടേജ് ഡിഫറെന്റ് ആയിരിക്കും. അതേസമയം പാരലൽ കണക്ഷനിൽ കറണ്ട് എപ്പോഴും ഡിഫറെന്റ് ആയിരിക്കും. ഓരോ എലിമെന്റിൽ കൂടി പോകുന്ന കറണ്ട് ഡിഫറെന്റ് ആയിരിക്കും, അതേസമയം പൊട്ടൻഷ്യൽ എപ്പോഴും സെയിം ആയിരിക്കും. ഈ രണ്ട് പോയിന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും വളരെ എളുപ്പത്തിൽ പഠിക്കാം. ഓർത്തിരിക്കുക, സീരീസ് കണക്ഷനിൽ കറണ്ട് സെയിം ആയിരിക്കും, വോൾട്ടേജ് ഡിഫറെന്റ് ആയിരിക്കും. പാരലൽ കണക്ഷനിൽ കറണ്ട് ഡിഫറെന്റും വോൾട്ടേജ് സെയിം ആയിരിക്കും. ഇനി സീരീസ് കണക്ഷനിൽ ഓർത്തിരിക്കേണ്ടത് ഒരു പ്ലസും മൈനസും ആണ് ഒരു ടെർമിനൽ അക്രോസ് ഉള്ള വോൾട്ടേജ്, എലിമെന്റ് അക്രോസ് ഉള്ള വോൾട്ടേജ് എങ്കിൽ അല്ലെങ്കിൽ പൊളാരിറ്റി എങ്കിൽ നമ്മൾ ഈ നെഗറ്റീവ് അടുത്ത എലിമെന്റിന്റെ പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇവിടെ കാണാം പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്. ഈ ടൈപ്പിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇത് സീരീസ് ആയിരിക്കും. അതേസമയം പാരലൽ കണക്ഷൻ നമുക്കറിയാം 3 എലിമെന്റിന്റെയും ഇതിൽ കാണുന്ന R1 R2 R3ന്റെയും ഒരു എൻഡ് പോസിറ്റീവ് ആണ്, ഒരു എൻഡ് എപ്പോഴും പോസിറ്റീവ് ആണ്, എന്നാൽ അതേസമയം മറ്റേ എൻഡ് എപ്പോഴും നെഗറ്റീവ് ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു തന്നിരിക്കുന്ന കണക്ഷൻസ് സീരീസ് ആണോ പാരലൽ ആണോ അറിയാൻ പറ്റും. ഓക്കെ, ഇനി ഒരു സീരീസ് കണക്ഷനിൽ എന്തായിരിക്കും ഇക്വലന്റ് റെസിസ്റ്റൻസ്? ഒരു സീരീസ് കണക്ഷൻ ആണെങ്കിൽ അതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 3ന്റെയും റെസിസ്റ്റൻസിന്റെ സം ആയിരിക്കും. R1 പ്ലസ് R2 പ്ലസ് R3 ആയിരിക്കും ഒരു സീരീസ്
സർക്യൂട്ട് അല്ലെങ്കിൽ സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ എല്ലാം നേരിട്ട് സം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് നമുക്ക് കിട്ടും. അതേസമയം പാരലൽ സർക്യൂട്ടിലാണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ ആണ് നമുക്ക് കിട്ടുക. അതായത് 1/R ഇക്വലന്റ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 ഓർത്തിരിക്കുക. ഇതാണ് അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഒരു സീരീസ് സർക്യൂട്ട് കറണ്ട് സെയിം ആയിരിക്കും, വോൾട്ടേജ് ഡിഫറെൻ്റ് ആയിരിക്കും. അതേസമയം ഒരു പാരലൽ സർക്യൂട്ടിൽ കറണ്ട് ഡിഫറൻറ്റും വോൾട്ടേജ് സെയിം ആയിരിക്കും. രണ്ടാമത്തെ ഓർത്തിരിക്കേണ്ടത് പോയിന്റ്, ഒരു സീരീസ് കണക്ഷനിൽ ആദ്യ ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ സം ആയിരിക്കും. അതേസമയം പാരലൽ ആണെങ്കിൽ റെസിപ്രോക്കലിന്റെ സം ആയിരിക്കും ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട്. ഇനി ഈ ആർ ഇക്വലന്റ് നമുക്കറിയാം കണ്ടക്ടൻസ് ജി എന്ന് പറഞ്ഞാൽ 1/R ആണ്. അപ്പോൾ നമ്മൾ ഈ കണ്ടക്ടൻസിന്റെ ടേമിൽ ഏതാണെങ്കിൽ ആർ ഇക്വലന്റ് വിൽ ബി ഈക്വൽ ടു 1/G ഇക്വലന്റ് ഈക്വൽ ടു 1/G1 പ്ലസ് 1/G2 പ്ലസ് 1/G3. ഇത് ഓർത്തിരിക്കാം. കണ്ടക്ടൻസിന്റെ ടേമിലാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ സീരീസ് കണക്ഷൻ വരുമ്പോൾ ഇങ്ങനെയായിരിക്കും, റെസിപ്രോക്കൽ ആയിരിക്കും, അതായത് പാരലലിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതേസമയം പാരലൽ സർക്യൂട്ടിൽ പാരലൽ കണക്ഷൻ ആണെങ്കിൽ കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ G ഇക്വലന്റ് ഈക്വൽ ടു G1 പ്ലസ് G2 പ്ലസ് G3. ഓക്കെ, അപ്പോൾ സീരീസ് കണക്ഷൻ ആണെങ്കിൽ സീരീസ് കണക്ഷനിൽ റെസിസ്റ്റൻസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ അതിനെ നേരെ സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. എന്നാൽ ഒരു പാരലൽ കണക്ഷനിൽ നമുക്ക് കണ്ടക്ടൻസ് അറിയാമെങ്കിൽ നേരെ ആ തന്നിരിക്കുന്ന 3 കണ്ടക്ടൻസ് സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇക്വലന്റ് കണ്ടക്ടൻസ് കിട്ടും. അതിനുശേഷം അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 2 പോയിന്റ് ഓർത്തിരിക്കാം. ഇനി അടുത്തത് സീരീസ് കണക്ഷനിലും പാരലൽ കണക്ഷനിലും ഓർത്തിരിക്കേണ്ട അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അതിൻ്റെ പവറാണ്, പവർ കാൽക്കുലേഷൻ. ഓക്കെ, മൂന്നാമത്തത് ഓർത്തിരിക്കേണ്ടത് പവർ കാൽക്കുലേഷൻ ആണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പഠിച്ചു, ഇതിൽ ആർ ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ ആർ ഇക്വലന്റ് വിൽ ബി ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. ഇതാണ് ഇക്വലന്റ് റെസിസ്റ്റൻസ് ഇൻ സീരീസ് കണക്ഷൻ. ഈ ടേംസിനെ എല്ലാത്തിനെയും നമ്മൾ V² ഡിവൈഡഡ് ബൈ V² കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. അതായത് R equivalent divided by V², R1 divided by V², R2 divided by V² plus R3 divided by V². നമുക്കറിയാം ഒരു V² കൊണ്ട് നമ്മൾ എല്ലാ ടേംസിനെയും ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെയിം റിലേഷൻഷിപ്പ് തന്നെയാണ് കിട്ടുക. നമുക്കറിയാം പവറിന്റെ ഇക്വേഷൻ എന്താണ്? പവർ ഈക്വൽ ടു V² ഡിവൈഡഡ് ബൈ R ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ R ഡിവൈഡഡ് ബൈ V² ആയിരിക്കും R. ഇതിൽ നിന്ന് നമുക്ക് കിട്ടും R ഡിവൈഡഡ് ബൈ V² എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 1/P. R ഡിവൈഡഡ് ബൈ V² 1/P ആയിരിക്കും. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 1/P ഇക്വലന്റ് 1/P ഇക്വലന്റ് ഈക്വൽ ടു 1/P1 പ്ലസ് 1/P2 പ്ലസ് 1/P3. ഓക്കെ, ഇതേപോലെ തന്നെ നമുക്കറിയാം പാരലൽ കണക്ഷൻ വരുമ്പോൾ നമുക്കറിയാം 1/R equivalent will be equal to 1/R1 plus 1/R2 plus 1/R3. ഓക്കെ, ഇനി ഇവിടെ ചെയ്ത പോലെ തന്നെ എല്ലാ ടേമിലും V² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. V² by R equivalent equal to V² divided by R1 plus V² divided by R2 plus V² divided by R3. നമുക്കറിയാം നേരിട്ട് അറിയാം V² ഡിവൈഡഡ് ബൈ R എന്ന് പറഞ്ഞാൽ P ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ P equivalent will be equal to P1 plus P2 plus P3. വളരെ ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ് ആണ് ഇത്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ് ആണ് പവറിന്റെ ഇക്വേഷൻ. ഓക്കെ, ഒരു സീരീസ് സർക്യൂട്ടിൽ പവർ ഇക്വലന്റ് പവർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ P equivalent will be 1/P1 plus 1/P2 plus 1/P3 ആയിരിക്കും. അതേസമയം ഒരു പാരലൽ സർക്യൂട്ടിലാണെങ്കിൽ ഇക്വലന്റ് പവർ എന്ന് പറഞ്ഞാൽ 3 തന്നിരിക്കുന്ന എലിമെന്റ്സിന്റെ പവർ നേരെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വലന്റ് പവർ കിട്ടും. നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ എല്ലാ സ്ഥലങ്ങളിലും പാരലൽ കണക്ഷൻ ആണുള്ളത്. അതായത് വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്, ബാക്കി എലിമെന്റ്സ് ഒക്കെ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു വീട്ടിലത്തെ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിലത്തെ എവിടത്തെങ്കിലും ഒക്കെ ലോഡ് ചോദിക്കുകയാണെങ്കിൽ ഇക്വലന്റ് പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ എല്ലാ തന്നിരിക്കുന്ന എക്യുപ്മെന്റ്സിന്റെ എല്ലാ പവറും കൂടി
ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇക്വലന്റ് പവർ കിട്ടും. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, സീരീസ് കണക്ഷനിൽ പവറിന്റെ ഇക്വേഷൻ 1/P equivalent will be equal to 1/P1 plus 1/P2 plus 1/P3. അതേസമയം പാരലൽ സർക്യൂട്ടിലെ ഇക്വലന്റ് പവർ എന്ന് പറഞ്ഞാൽ P1 plus P2 plus P3. ഓക്കെ, ഇനി തന്നിരിക്കുന്ന എലിമെന്റ്സ്, നാലാമത്തെ പോയിന്റ്, തന്നിരിക്കുന്ന എലിമെന്റ്സ് R1 R2 R3 വാല്യൂ എല്ലാം സെയിം ആണെങ്കിൽ, നമുക്ക് R equivalent will be equal to N times R ആയിരിക്കും. ഓക്കെ, എത്ര റെസിസ്റ്റൻസ് ഉണ്ടോ അത്രയും ടൈംസ് ആ വാല്യൂയോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സീരീസിൽ നമുക്ക് R equivalent കിട്ടും. അതേസമയം ഒരു പാരലൽ കണക്ഷൻ ആണെങ്കിൽ R equivalent will be R divided by N. തന്നിരിക്കുന്ന റെസിസ്റ്റൻസിൽ വാല്യൂ ഡിവൈഡഡ് ബൈ എത്ര റെസിസ്റ്റൻസ് ഉണ്ടോ അതിനെ N കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് R equivalent കിട്ടും. ഇതാണ് നാലാമത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇത്രയും പോയിന്റ് ആണ് ഒരു സീരീസ് കണക്ഷനിലും പാരലൽ കണക്ഷനിലും റെസിസ്റ്റൻസിന്റെ ടേബിൾ കൊടുത്തിരിക്കേണ്ടത്. ആദ്യമായിട്ട് കൊടുത്തിരിക്കേണ്ടത് ഒരു സീരീസ് സർക്യൂട്ടിൽ കറണ്ട് സെയിം ആയിരിക്കും, പൊട്ടൻഷ്യൽ ഡിഫറെന്റ് ആയിരിക്കും. അതേസമയം ഒരു പാരലൽ സർക്യൂട്ടിൽ കറണ്ട് ഡിഫറെന്റ്, പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. രണ്ടാമത് പഠിച്ചത് ഇക്വലന്റ് റെസിസ്റ്റൻസ് സീരീസ് കണക്ഷനിൽ R1 plus R2 plus R3 ആയിരിക്കും. അതേസമയം പാരലൽ സർക്യൂട്ടിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് റെസിപ്രോക്കൽ ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. അതായത് 1/R equivalent will be equal to 1/R1 plus 1/R2 plus 1/R3. ഓക്കെ, മൂന്നാമത്തെ പഠിച്ചത് നമ്മുടെ പവറിന്റെ ആണ്. കണ്ടക്ടൻസിന്റെ ടേമിൽ നമ്മൾ പഠിച്ചു. കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ G equal to 1/R ആണ്. അതനുസരിച്ച് ഇതിലെ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റിലേഷൻ കിട്ടും. മൂന്നാമത് പഠിച്ചത് നമ്മുടെ പവറിന്റെ ഇക്വേഷൻ ആണ്. പവർ ആണ് സീരീസ് കണക്ഷനിലെ പവർ എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കലിന്റെ സമായിരിക്കും എടുക്കാം. അതേസമയം പാരലൽ കണക്ഷനിലാണെങ്കിൽ തന്നിരിക്കുന്ന പവർ മൂന്നിന്റെയും പവർ അല്ലെങ്കിൽ തന്നിരിക്കുന്ന എത്ര എലിമെന്റ്സ് ആണോ അതിന്റെ പവർ എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാരലൽ സർക്യൂട്ടിൽ അതിന്റെ ഇക്വലന്റ് പവർ കിട്ടും. നാലാമത്തെ പോയിന്റ്, നമുക്ക് എല്ലാ റെസിസ്റ്റൻസിന്റെ വാല്യൂ സെയിം ആണെങ്കിൽ R equivalent will be equal to N times R ആയിരിക്കും സീരീസ് സർക്യൂട്ടിൽ. എന്നാൽ പാരലൽ സർക്യൂട്ടിൽ R equivalent will be R divided by N. അടുത്തത് രണ്ട് റൂൾസ് ആണ്. അതായത് കറന്റ് ഡിവിഷൻ റൂളും വോൾട്ടേജ് ഡിവിഷൻ റൂളാണ്. ആദ്യം നമുക്ക് വോൾട്ടേജ് ഡിവിഷൻ റൂൾ നോക്കാം. വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? വോൾട്ടേജ് ഡിവൈഡ് ആവണം. വോൾട്ടേജ് ഡിവൈഡ് ആവാം ഏതിലാണ്? വോൾട്ടേജ് ഡിവൈഡ് ആവാം സീരീസ് സർക്യൂട്ടിലാണ്. സപ്പോസ് നമുക്ക് രണ്ട് റെസിസ്റ്റൻസ് ഉണ്ട്, R1 R2. ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ R1 അക്രോസ് V1 ഉം R2 അക്രോസ് V2 ആണ്. തന്നിരിക്കുന്ന ടോട്ടൽ വോൾട്ടേജ് V ആണെങ്കിൽ എന്താണ് വോൾട്ടേജ് ഡിവിഷൻ റൂൾ പറയാം? വോൾട്ടേജ് ഡിവിഷൻ റൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന വോൾട്ടേജ് അറിയാം, R1ന്റെയും R2ന്റെ വാല്യൂ അറിയാമെങ്കിൽ വോൾട്ടേജ് V1 will be equal to എന്തായിരിക്കും? വോൾട്ടേജ് V1 will be equal to ടോട്ടൽ വോൾട്ടേജ് V into റെസിസ്റ്റൻസ് അക്രോസ്. ഏത് റെസിസ്റ്റൻസ് അക്രോസ് ആണോ നമ്മൾ വോൾട്ടേജ് കണ്ടുപിടിക്കുന്നത് അതിന്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് R1 plus R2. അതുപോലെ തന്നെ V2 എന്തായിരിക്കും? V2 will be equal to ടോട്ടൽ വോൾട്ടേജ് V into ഏത് എലിമെന്റ് അക്രോസ് ആണോ വോൾട്ടേജ് കണ്ടുപിടിക്കുന്നത് R2 അക്രോസ് ആണ് ആ എലിമെന്റിന്റെ വാല്യൂ ഡിവൈഡഡ് ബൈ R1 plus R2. ഇതാണ് വോൾട്ടേജ് ഡിവിഷൻ റൂൾ. അതുപോലെ തന്നെ കറന്റ് ഡിവിഷൻ റൂൾ ഉണ്ട്. ഓക്കെ, കറന്റ് ഡിവിഷൻ റൂൾ നമ്മൾ ഏതിൽ അപ്ലൈ ചെയ്യാം? കറന്റ് ഡിവിഷൻ റൂൾ എന്ന് പറഞ്ഞ പോലെ പാരലൽ സർക്യൂട്ടിലാണ് കറന്റ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് രണ്ട് സർക്യൂട്ട് എടുക്കാം, R1 ആൻഡ് R2. R1 ഉം R2 ഉണ്ട്. ഇതിന് അക്രോസ് നമ്മുടെ പാരലൽ വോൾട്ടേജ് V which is constant. R1 അക്രോസും R2 അക്രോസും വോൾട്ടേജ് V ആയിരിക്കും. ഇതാണ് നമ്മുടെ കറന്റ് I1. R1ൽ കറന്റ് I1 ആണ് ഫ്ലോ ചെയ്യുന്നത്, R2ൽ കറന്റ് I2 ആണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വോൾട്ടേജിന്റെ ടോട്ടൽ കറന്റ് അറിയാം, R1ന്റെ വാല്യൂ R2ന്റെ വാല്യൂ അറിയാമെങ്കിൽ കറന്റ് ഡിവിഷൻ റൂൾ പറയുന്നത് കറന്റ് ഫ്ലോയിങ് ത്രൂ റെസിസ്റ്റൻസ് R1 will be equal to ടോട്ടൽ കറന്റ് I into other branch resistance. ഓക്കെ, നമ്മൾ ഏത് എലിമെന്റിൽ കൂടി പോകുന്ന കറണ്ട് ആണോ അതിന്റെ റെസിസ്റ്റൻസ് ഇല്ല, അതിനപ്പുറമുള്ള റെസിസ്റ്റൻസ് അതെന്താ R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. വോൾട്ടേജ് ഡിവിഷൻ റൂൾ നമ്മൾ എന്താണ് പഠിച്ചത്? വോൾട്ടേജ് ഡിവിഷൻ റൂളിൽ ഏത് എലിമെന്റിന് അക്രോസ് ആണോ നമ്മൾ കണ്ടുപിടിക്കുന്നത് അതിന് ആ എലിമെന്റിന്റെ വാല്യൂ ആണ് കണ്ടുപിടിച്ചത്. ഇവിടെ V1 എന്ന് പറഞ്ഞാൽ R1 അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ്. ഓക്കെ, അതാണ് V1. അപ്പോൾ നമ്മൾ ആ എലിമെന്റിന്റെ വാല്യൂ ആണ് എടുത്തത്, R1 തന്നെ എടുത്തു. അതേസമയം കറന്റ് ഡിവിഷൻ റൂളിൽ നമുക്ക് കറന്റ് കണ്ടുപിടിക്കേണ്ടത് R1ൽ കൂടി പോകുന്ന കറണ്ടാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിന്റെ ആ എലിമെന്റിന്റെ വാല്യൂ അല്ല എടുക്കേണ്ടത്, മറിച്ച് ബാക്കിയുള്ള എലിമെന്റിന്റെ വാല്യൂ. ഇവിടെ R2 ആണ് മറ്റേ എലിമെന്റ്, അപ്പോൾ R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അതുപോലെ തന്നെ I2 കറന്റ് ഫ്ലോയിങ് ത്രൂ റെസിസ്റ്റൻസ്
R2 will be equal to total current IA into other branch resistance, അതായത് R1 divided by R1 plus R2. ഇതാണ് കറണ്ട് ഡിവിഷൻ റൂൾ. ഈ രണ്ട് റൂൾസും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് അത്യാവശ്യം ആവശ്യമായിട്ട് വരും. നമുക്ക് ഇതിൽ 2-3 പ്രോബ്ലംസ് നോക്കാം. എങ്ങനെയാണ് രണ്ട് എലിമെന്റ്സ് അല്ലെങ്കിൽ 3 എലിമെന്റ്സ് സീരീസ് ആണോ പാരലൽ ആണോ എന്ന് നോക്കാനായിട്ട് നമുക്ക് 2-3 പ്രോബ്ലംസ് ചെയ്യാം. ആദ്യത്തെ പ്രോബ്ലം നമ്മുടെ ബോർഡിലുണ്ട്. 3 റെസിസ്റ്റൻസ് R1, R2, R3 ഉണ്ട്. നമ്മുടെ ചോദിച്ചിരിക്കുന്നത് RAB, ഇക്വലന്റ് റെസിസ്റ്റൻസ് RAB എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ട്രേസ് ചെയ്യുക, എവിടേക്കാണ് ആ പോയിന്റ്സുകൾ പോകുന്നതെന്ന് ട്രേസ് ചെയ്യുക. ട്രേസ് ചെയ്യുക മീൻസ് അപ്പോൾ ഇത് നമ്മുടെ എ പോയിന്റ് ആണ്. പോയിന്റ് എ ആണെങ്കിൽ നമുക്കറിയാം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിഷൻ ടു ദി ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഈ ഒരു എന്റെ ഡയറക്ഷൻ ട്രേസ് ചെയ്യുക. എങ്ങനെയാണ് ട്രേസ് ചെയ്യാന്ന് വെച്ചാൽ എ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓപ്പോസിഷൻ R1 ആണ്, അതുകൊണ്ട് എ ഇതിൽ കൂടി ഫ്ലോ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അതേസമയം ഈ ഒരു പാത്തിൽ എക്ക് ഓപ്പോസിഷൻ ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു പോയിന്റ് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ പോയിന്റ് എങ്ങനെയാണ് വരിക? എന്റെ പോയിന്റ് ഇവിടെ എത്തും, ഇതാണ് പോയിന്റ്, ഇതും പോയിന്റ് എ ആണ്. അതുപോലെ തന്നെ ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ ബി നമുക്ക് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ ബി ഈ വഴിക്ക് പോകില്ല, ഇത് ഒരു പാത്ത് മാത്രമേ ബിയിനുള്ളൂ. അപ്പൊ ഇവിടെ വരെ എത്തിയ ഇത് ബി ആണ്. ഓക്കെ, ഇത് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ പറ്റുക? ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റ് സെയിം ആണ്, ഈ ഒരു പോയിന്റും സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം R2-ന്റെയും R3-ന്റെയും അതുപോലെ തന്നെ R1-ന്റെയും ഒരു എൻഡ് കോമൺ പോയിന്റ് എയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, മറ്റേ എൻഡ് കോമൺ പോയിന്റ് ബിയിലാണ്. അതായത് ഈ 3 എലിമെന്റ്സും പാരലലി കണക്റ്റഡ് ആണ്. കാരണം നമുക്കറിയാം, നമ്മൾ പഠിച്ചു, പാരലൽ കണക്ഷനിൽ എല്ലാ എലിമെന്റ്സിന്റെയും ഒരു പോയിന്റ് കോമൺ ടെർമിനലായിരിക്കും, മറ്റേ പോയിന്റ് കോമൺ ആയിരിക്കും. ഇത് നമുക്കറിയാം R1-ന്റെയും R2-ന്റെയും R3-ന്റെയും ഒരു കോമൺ പോയിന്റ് എ ആണ്, മറ്റേത് കോമൺ പോയിന്റ് ബി ആണ്. അതുകൊണ്ട് ഇക്വലന്റ് റെസിസ്റ്റൻസ് വിൽ ബി ഇൻ പാരലൽ. RAB ഇത് പാരലൽ സർക്യൂട്ട് ആണ്. 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, കറണ്ട് എപ്പോഴും ഷോർട്ടസ്റ്റ് പാത്താണ് എപ്പോഴും എടുക്കുക. ഓക്കെ, കറണ്ട് എപ്പോഴും ഷോർട്ടസ്റ്റ് പാത്താണ് എപ്പോഴും എടുക്കുക. അതുകൊണ്ട് തന്നെ ഈ കറണ്ട് ഇതിൽ കൂടി ഫ്ലോ ചെയ്യില്ലെങ്കിലും ഈ ഒരു പാത്തിൽ കൂടിയാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. കാരണം ഇതൊരു ഷോർട്ട് സർക്യൂട്ട് ആണ്, ഈ ഒരു 2 പോയിന്റ് ഷോർട്ട് സർക്യൂട്ട് ആണ്. അതുകൊണ്ട് ഇതിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യില്ല. കറണ്ട് ഫ്ലോ ചെയ്യാം ഈ ഒരു സർക്യൂട്ടിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. രണ്ടാമത്തെ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു 10 ഓം ഉണ്ട്. ഒരു 10 ഓം, 20 ഓം, 20 ഓം, എ ബി. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് RAB? വാട്ട് ഈസ് RAB? ഇക്വലന്റ് റെസിസ്റ്റൻസ് അക്രോസ് RAB എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ട്രേസ് ചെയ്യാനായിട്ട് ഒന്നുമില്ല, 2 പോയിന്റും അറ്റത്താണ്. ഇത് രണ്ടും ഈ 2 പോയിന്റ്, ഇത് ഈ 2 റെസിസ്റ്റൻസ്, ഈ എലിമെന്റ്സ് 20-യും 20-യും പാരലൽ ആണ്. കാരണം 2 എലിമെന്റ്സിന്റെയും കോമൺ പോയിന്റ് ആണ് ഈ പോയിന്റ്, അതുപോലെ 2 എലിമെന്റ്സിന്റെയും കോമൺ പോയിന്റ് ബിയും സെയിം ആണ്. അതുകൊണ്ട് ഈ 2 എലിമെന്റ്സ് പാരലൽ ആണ്. അപ്പോൾ എങ്ങനെയാണ് RAB കണ്ടുപിടിക്കാം? RAB ബാക്കി, അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു സർക്യൂട്ട് നമ്മൾ കണ്ടുപിടിക്കും. ഇതിന്റെ ഇക്വലന്റ് എന്തായിരിക്കും? ഇതിന്റെ ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ R equivalent will be 20 divided by 2. നമ്മൾ പറഞ്ഞു ഒരേ വാല്യൂ, റെസിസ്റ്റൻസിന്റെ ഒരേ വാല്യൂ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ R equivalent will be equal to R divided by N. ഇവിടെ R ന്റെ വാല്യൂ 20 ആണ്, നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻ പാരലൽ 2 ആണ്. അതുകൊണ്ട് R equivalent will be 10 ആയിരിക്കും ഇതിന്റെ. അപ്പോൾ RAB എന്താണ്? RAB will be equal to 10. ഈ 10 ഓം പ്ലസ് ഇതിന് ഇക്വലന്റ് ആയിട്ട് കിട്ടിയ 10 ഓം പ്ലസ് 10 രണ്ടും കൂടി ആകുമ്പോൾ 20 ഓം ആണ് ഈ പ്രോബ്ലത്തിന്റെ R equivalent. ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നോർമലി PSC ലെവലിൽ ചോദിക്കാറുള്ളത്. അടുത്തത് മൂന്നാമത്തെ ഒരു പ്രോബ്ലം, രണ്ടാമത്തെ പ്രോബ്ലം ആയിട്ട് മൂന്നാമത്തെ ഒരു പ്രോബ്ലം. ഇത് കൺഫ്യൂഷൻ പ്രോബ്ലം ആണ്. വാട്ട് ഈസ് ദി ഇക്വലന്റ് റെസിസ്റ്റൻസ് അക്രോസ് AB? ഇത് ഇത് ഒരു 5 ഓം ആണ്, ഇത് 10 ഓം ആണ്, ഇത് 10 ഓം ആണ്. RAB എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് RAB? ഇതിനർത്ഥം പറഞ്ഞ് നമ്മൾ കറണ്ട് എപ്പോഴും ഷോർട്ടസ്റ്റ് പാത്താണ് എപ്പോഴും എടുക്കുക, ഷോർട്ടസ്റ്റ് പാത്താണ് എടുക്കുക. അപ്പോൾ ഇവിടെ നിന്ന് കറണ്ട് ട്രേസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഫുൾ ഈ ഒരു ബ്രാഞ്ചിൽ അല്ലെങ്കിൽ ഈ ഒരു റോയിൽ ഫുള്ളും ഓപ്പോസിഷൻ ഉണ്ട്. അതേസമയം ഈ ഒരു പാത്തിൽ ഓപ്പോസിഷൻ ഒന്നുമില്ല. അതായത് എൻ്റെയും ബിൻ്റെയും ഈ ട്രേസ് ചെയ്യുകയാണെങ്കിൽ എയും ബിയും തമ്മിൽ ഒരു റെസിസ്റ്റൻസും ഇല്ല. ഇനി അതേസമയം ഇനി എ ഇവിടെ ട്രേസ് ചെയ്യുകയാണെങ്കിലും എയും ബിയും തമ്മിൽ റെസിസ്റ്റൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ RABയുടെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, RABയുടെ വാല്യൂ 0 ആയിരിക്കും. ഇങ്ങനത്തെ പ്രോബ്ലംസ് ഓർത്തിരിക്കാം. എപ്പോഴും ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിൽ
ഷോർട്ട് സർക്യൂട്ട് പാത്ത് ഉണ്ടെങ്കിൽ എപ്പോഴും ട്രേസ് ചെയ്തിട്ട് പ്രോബ്ലം കണ്ടുപിടിക്കാനായിട്ട് നോക്കാം, അല്ലെങ്കിൽ തെറ്റാൻ സാധ്യതയുണ്ട്.